ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഈ ജനം കൂട്ടുകെട്ട് പറയുന്നതൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകരുത്. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ. അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. ഈ അധ്യായം മുഴുവനിലും ഇസ്രായേൽ 2-ലും, അതായത് ഇസ്രായേലിലും യഹൂദയിലുമുള്ള ദുഷിപ്പുകളാണ് പ്രതിപാദ്യ വിഷയം. കൂട്ടുകെട്ടുകൾ ഇന്ന് മാത്രമല്ല അന്നും സജീവമായിരുന്നു എന്നീ വാക്യത്തിൽ മനസ്സിലാവും. ഇന്നുള്ള പലതും അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ്. അന്നും മോശമല്ലായിരുന്നു. പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്യുന്നു, ഈ കൂട്ടുകെട്ടിനെ ഓർത്ത് ഭയപ്പെടേണ്ട. എത്ര വലിയ കാറ്റും കോളും അടിച്ചാലും നമ്മുടെ കർത്തൻ നമ്മുടെ വഞ്ചിയിലുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട. വിശുദ്ധ യോഹന്നാൻ 6:21 അവർ അവനെ പടകിൽ കയറ്റുവാൻ നിശ്ചയിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്തെത്തിപ്പോയി. കടലിലെ ഓളങ്ങളിൽ വലഞ്ഞ ശിഷ്യന്മാർ കർത്താവിനെ പടകിൽ കയറ്റുവാൻ ആഗ്രഹിച്ച കാര്യമാണ് വായിച്ചത്. തുടക്കത്തിൽ വായിച്ച 2-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പാൻ പറയുന്നുണ്ട്. യഹോവ പൂർണ്ണ വിശുദ്ധനല്ലേ? അവൻ പൂർണ്ണ വിശുദ്ധൻ തന്നെ. പക്ഷെ നാമായി അവൻ്റെ നാമത്തിന് ചെളിവാരി എറിയുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. നമ്മെ തന്നെ വിശദീകരിപ്പാനാണ് ദൈവം കൽപ്പിക്കുന്നത്. സിനായ് മലയിൽ വെച്ച് അത് പറയുന്നുമുണ്ട്. നീ നിന്റെ സഹോദരനോട് ചെയ്യുന്നത് എന്നോടാകുന്നു. പരിശുദ്ധ പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? ക്രിസ്തുവാകുന്ന തലയുടെ താഴോട്ടുള്ള അവയവങ്ങളാണ് ഞാനും നിങ്ങളുമെന്നാണ്. നമ്മിൽ അശുദ്ധനും ചേരയില്ലാത്തവനും വന്ന് വസിപ്പാൻ അഥവാ പ്രാർപ്പാൻ ഇടയാകരുത്. യഥാർത്ഥ പശ്ചാത്താപത്തോടും ഏറ്റുപറച്ചിലോടും നാം ഒരുങ്ങണം. കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടത് നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. അത് ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. അവൻ്റെ നാമം വിശദീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നാം ജീവിച്ച് അവൻ്റെ കൂടെ നാം ആയിരിക്കുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിയും നമുക്ക് ബാധകമല്ല. എന്ത് കൂട്ടുകെട്ട് നടപ്പിലാവുകയില്ല. പ്രാർത്ഥിക്കാം. നാഥാ, നിന്റെ നാമവാഹികളായിരിക്കാൻ, ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കാൻ എന്നെ നീ ഒരുക്കണമേ. എന്നെ നീ അനുഗ്രഹിച്ച് കാക്കണമേ. ഒരു കൂട്ടുകെട്ടും ഒരു ദുഷിപ്പുകളും നാഥാ എന്നെ സമീപിക്കുവാൻ ഇടയാക്കരുത്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നാളും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.